ഹായ് എവ്രി വൺ. ഫിസിക്കൽ സ്പെക്ട്രോസ്കോപ്പിയിലെ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയാണ് ഈ സെഷനിൽ നമ്മൾ നോക്കിക്കാണാൻ പോകുന്നത്. എല്ലാ കോൺസെപ്റ്റുകളും നമ്മൾ നോക്കിക്കാണും. അതോടൊപ്പം തന്നെ നമ്മൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന എല്ലാ MCQസും നമ്മൾ നോക്കിക്കാണും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. നോക്കിക്കോളൂ, എന്തൊക്കെയാണ് ആക്ച്വലി റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ആദ്യം ഒരു ഓവർവ്യൂ വേണം അല്ലേ. ബേസിക്സ് ഓഫ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്താണ് ഈ കാര്യം എന്നൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. രണ്ടാമത് എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ സ്പെക്ട്രൽ ഒബ്സർവേഷൻ. ആരൊക്കെയാണ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഷോ ചെയ്യുന്നത് എന്ന് നമുക്കറിയണം. പിന്നീട് നമുക്ക് കുറച്ച് സെലക്ഷൻ റൂൾസ് അറിയണം. ബോർ ഫ്രീക്വൻസി കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ അറിയണം. പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്ന ടേംസിനെയൊക്കെ നമുക്ക് പരിചയപ്പെടണം. ദെൻ ഇമ്പാക്ട് ഓഫ് ഐസോടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫൈനലി ക്ലാസിഫിക്കേഷൻ ഓഫ് റോട്ടേഴ്സ് ആസ് വെൽ. അതിനുശേഷം നമുക്ക് PYQ കൂടെ ഒന്ന് നോക്കിക്കാണാം. സോ ഇത്രയും കാര്യങ്ങളാണ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നമുക്ക് നോക്കിക്കാണാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഓവർവ്യൂ അല്ലെങ്കിൽ ബേസിക്സ് ഓഫ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഒന്ന് നോക്കാം. എന്താണ് ആക്ച്വലി സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്? സിംപ്ലി എനിക്കിങ്ങനെ പറയും, ഇന്ററാക്ഷൻ ഓഫ് സ്പെക്ട്രോസ്കോപ്പി ഈസ് ഇന്ററാക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിത്ത് മാറ്റർ. ഇന്ററാക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിത്ത് മാറ്റർ. എന്നിട്ട് ഇവരെന്ത് തരുന്നു? ഒരു സ്പെക്ട്ര നമുക്ക് തരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി. ഇനി ഇവിടെ ഒരു സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് അല്ലേ, റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. അങ്ങനെയാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്യേണ്ട ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചേക്കാം, റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്താണ്? യെസ്, ദാറ്റ് ഈസ് മൈക്രോവേവ് ആണ്. യെസ്, മൈക്രോവേവ്. അതുകൊണ്ട് തന്നെ ഇവരെ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി എന്ന് നമ്മൾ വിളിച്ചു പോരാറുണ്ട്. മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, ആൻഡ് ഇവരുടെ റേഞ്ച് ചോദിക്കുകയാണെങ്കിൽ 10⁻10 to 10⁻12 ഹെർട്സ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയും 1 GHz to 1000 GHz. ഓക്കെ, 1 GHz എന്ന് പറഞ്ഞാൽ എത്രയാണടാ? യെസ്, 10⁻9 ഹെർട്സ് ആണെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാനിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇൻട്രാക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിത്ത് മാറ്റർ. അങ്ങനെയാണെങ്കിൽ സ്പെക്ട്ര തരികയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് വാട്ട്? സ്പെക്ട്രോസ്കോപ്പി. ഇനി സ്പെസിഫിക്കലി റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയെ പറയുമ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്തായിരിക്കും? മൈക്രോവേവ് ആയിരിക്കും. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? 10⁻10 to 10⁻12 ഹെർട്സ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ ഈ കാര്യങ്ങൾ? ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് അറിയോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ പറഞ്ഞു മൈക്രോവേവ് യെസ് മാറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. ഇതിനെയാണല്ലോ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് ഞാൻ പറയുന്നത്. മാറ്ററുമായി ഇന്ററാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സ്പെക്ട്ര തരും അല്ലേ? പക്ഷെ അടുത്ത ചോദ്യം, എല്ലാ മാറ്ററും ആക്ച്വലി നമുക്ക് സ്പെക്ട്ര തരുമോ? ഡസ് ഓൾ മാറ്റർ അല്ലെങ്കിൽ ഓൾ മോളിക്യൂൾ നമുക്ക് റൊട്ടേഷണൽ സ്പെക്ട്ര തരുമോ? ഇല്ല അല്ലേ? നമുക്ക് റൊട്ടേഷണൽ സ്പെക്ട്ര എല്ലാ മോളിക്യൂളും തരുമോ? ഇല്ല. അപ്പോൾ ഏതൊക്കെ മോളിക്യൂള് റൊട്ടേഷണൽ ആക്റ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ ഏതൊക്കെ മോളിക്യൂൾ റൊട്ടേഷണൽ ഇനാക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു അല്ലേ? യെസ്. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് നമുക്കറിയണം. ഇങ്ങനെ ഞാൻ പറയും, ദ മോളിക്യൂൾ ദാറ്റ് പൊസസ്, നോക്കോളെ ഞാൻ, ദ മോളിക്യൂൾ ദാറ്റ് പൊസസ് പെർമനൻറ്റ് ഡൈപോൾ. പെർമനൻറ്റ് ഡൈപോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെർമനൻറ്റ് ഡൈപോൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ദാറ്റ് ഈസ് റൊട്ടേഷണൽ ആക്റ്റീവ് ആയിരിക്കും. റൊട്ടേഷണൽ ആക്റ്റീവ്. ഇനി പെർമനൻറ്റ് ഡൈപോൾ ഇല്ലെങ്കിലോ? ദാറ്റ് ഈസ് റൊട്ടേഷണൽ ഇനാക്റ്റീവ് ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം? ദാ HCl അല്ലേ, ഇവിടെ എന്തുണ്ട്? യെസ്, ഒരു പെർമനൻറ്റ് ഡൈപോൾ ഉണ്ടാകും. ഡൈപോളിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക? യെസ്, മ്യൂ എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ? മ്യൂ, ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ ആരായിരിക്കും റൊട്ടേഷണലി ഇനാക്റ്റീവ് ആയിരിക്കുക? ഞാൻ സിംപ്ലി പറയും ഹൈഡ്രജൻ അല്ലേ, ഹോമോഡയറ്റോമിക് മോളിക്യൂൾ. ഇവിടെ ഒരിക്കലും എന്തുണ്ടാവത്തില്ല? യെസ്, ഡൈപോൾ മൊമെൻറ്റ് എത്രയായിരിക്കും? ഇവിടെ 0 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? മ്യൂ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് എന്ന് ഞാൻ പറയുന്നു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ്. യെസ്, പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ്. ഇനി ഇവരെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ എന്താണ് ആക്ച്വലി പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ്? പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് മ്യൂ അല്ലേ? യെസ്,
സിംപ്ലി ഞാൻ പറയുകയാണ്, മ്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ക്യൂ ഇൻറ്റു ആർ ആണ്. ലെറ്റ്സ് സേ എ ബി എന്ന് പറയുന്ന രണ്ട് ഡിഫറെൻറ്റ് ആറ്റംസ് ആൻഡ് ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് ഒബ്വിയസ്ലി വോട്ട് ഡിഫറെൻറ്റ്. ഓക്കെ, വേർ ഞാൻ അസ്യൂം ചെയ്യുകയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ വോട്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡൈപോൾ മൊമെൻ്റ് ഡയറക്ഷൻ എന്തായിരിക്കും? ഇവിടെ ഇങ്ങനെയായിരിക്കും അല്ലേ? യെസ്. ക്യൂ റെപ്രസെൻറ്റ്സ് വോട്ട്? ചാർജ്. And R represents what? Distance of separation. Yes, distance of separation. Okay, this is your R. Now, see this. Let's say ഞാൻ പറയുന്നു ഈ എ ബി എന്ന് പറയുന്ന മോളിക്യൂൾ, ഇതിൻ്റെ ചാർജ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ഇവരുടെ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്യുന്നു? കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുകയാണ്. അതായത് ഞാൻ ഇവരുടെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷനെ ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ മ്യൂ ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ആർ. അതായത് ഇവിടെ ചാർജ് ഓഫ് കോഴ്സ് ഇതെന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി അതേപോലെ തന്നെ എൻ്റെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷനെയും ഞാൻ എന്ത് ചെയ്യുന്നു? ഫിക്സ് ചെയ്ത് വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഡൈപോൾ മൊമെൻ്റ് എന്തായിരിക്കും? എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ്. ഡൈപോൾ മൊമെൻ്റ്. ഇനി പെർമനൻറ്റ് ഡൈപോൾ പറഞ്ഞപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. ദർ ഈസ് സംതിങ് കോൾഡ് ഡൈനാമിക് ഡൈപോൾ മൊമെൻ്റ് ആസ് വെൽ. വാട്ട് ഇസ് ഇറ്റ്? ഡൈനാമിക് ഡൈപോൾ മൊമെൻ്റ്. ഓക്കെ, ഈ കാര്യം കൂടെ നമുക്കറിയണം. കാരണം ക്വസ്റ്റ്യൻസ് ക്ലബ് ചെയ്തിട്ടാണ്, കമ്പൈൻ ചെയ്തിട്ടാണ് വരിക. എവിടെയാണ് ഈ ഡൈനാമിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻ വരുന്നത്? വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ. വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി, അല്ലെങ്കിൽ നമ്മൾ പറയും IR സ്പെക്ട്രോസ്കോപ്പിയിൽ. യെസ്, IR സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ ഈ കാര്യം കൂടെ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാണ്. വാട്ട് ഈസ് ആക്ച്വലി ഡൈനാമിക് ഡൈപോൾ മൊമെൻറ്റ്? ലെറ്റ്സ് സേ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളിനെ കൺസിഡർ ചെയ്യുകയാണ്, CO2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് എന്തായിരിക്കും? ഡൈപോൾ മൊമെൻ്റ് 0 ആയിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം എന്താ? ഇതാണ് ഈ ഡൈപോൾ മൊമെൻ്റ്. ഇവിടെ എന്തായിരിക്കും? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. യെസ് അല്ലേ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. നെറ്റ് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ നോക്കിക്കോളെ, കാർബൺ ഡൈ ഓക്സൈഡ് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ബോണ്ടിനെ ഞാനൊന്ന് സ്ട്രെച്ച് ചെയ്യും. നോക്കിക്കോളെ, ഇവിടെ എന്താണ്? ഇവിടെ ഇപ്പോൾ ഇത് R1 ആണ്, ഇതെന്താണ്? R2 ആണ്. വിച്ച് മീൻസ് R1 ഇസ് ഗ്രേറ്റർ ദാൻ R2. അതായത് ഈ ഒരു ബോണ്ടിൻ്റെ പെർട്ടിക്കുലർ ഡൈപോൾ മൊമെൻറ്റ് ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ മ്യൂ ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു R1 ആയിരിക്കും. ആൻഡ് ദിസ് വൺ, ലെറ്റ്സ് സേ മ്യൂ2 ഇസ് ഈക്വൽ ടു വോട്ട്? ക്യൂ ഇൻറ്റു R2 എന്ന് എനിക്ക് എഴുതാൻ പറ്റും അല്ലേ? വെർ മ്യൂ1 ഇസ് നോട്ട് ഈക്വൽ ടു വോട്ട്? മ്യൂ2. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളെ, അങ്ങനെയാണെങ്കിൽ യുവർ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് വിൽ നോട്ട് ബി ഈക്വൽ ടു 0. അതായത് ഞാൻ ഇത്രയുമാണ് പറയുന്നത്. ബിക്കോസ് ഓഫ് സ്ട്രെച്ചിങ് ഇവിടെ എന്താ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്? ഈ ബോണ്ടിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ട്രെച്ച് ചെയ്യുകയാണ് അല്ലേ? യെസ്, ഇവിടെ നോക്കിയേ, ഈ ബോണ്ട് ഞാൻ സ്ട്രെച്ച് ചെയ്യാണ്. ഈ C+O എന്ന് പറയുന്ന ബോണ്ട് ഞാൻ ഇവിടെ സ്ട്രെച്ച് ചെയ്ത് ഇലോങ്ങേറ്റ് ചെയ്തിരിക്കുകയാണ്. ബിക്കോസ് ഓഫ് സ്ട്രെച്ചിങ് ഓർ വോട്ട്? കംപ്രഷൻ. ഇവിടെ എന്ത് സംഭവിക്കൂടാ? there arises a dipole. There arises a dipole moment. ഓക്കെ, ഇതിനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയനാമിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഡയനാമിക് ഡൈപോൾ മൊമെൻ്റ്. ഓക്കെ, ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഡിസ്റ്റൻസിന് ആറിന് എന്ത് സംഭവിക്കുന്നു? വേരിയേഷൻ സംഭവിക്കുന്നു. നോക്കിക്കോളെ, ഇവിടെ ഇപ്പോൾ സിമ്മട്രിക് സ്ട്രെച്ചിങ് ആണെങ്കിൽ ഈ C+O-നെ ഞാൻ സിമ്മട്രിക് സ്ട്രെച്ചിങ് ആണ് ചെയ്യുന്നതെങ്കിൽ, സിമ്മട്രിക് സ്ട്രെച്ചിങ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഡൈപോൾ മൊമെൻറ്റ് സ്റ്റിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അതേസമയം ഞാനിവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? യെസ്, അസിമെട്രിക് സ്ട്രെച്ചിങ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡൈപോൾ മൊമെൻറ്റ് വിൽ നോട്ട് ബി ഈക്വൽ ടു 0. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഡ്യൂറിങ് വൈബ്രേഷൻ, നോക്കിക്കോളെ, ഡ്യൂറിങ് വൈബ്രേഷൻ ഇഫ് ദ മോളിക്യൂൾ ഇൻവോൾവ്സ് ഇൻ, നോക്കിക്കോളൂ, ഡ്യൂറിങ് വൈബ്രേഷൻ ഇഫ് ദ മോളിക്യൂൾ ഇൻവോൾവ്സ് ഇൻ എ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ്. എങ്ങനെയാണ് ഈ ഡൈപോൾ മൊമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നത്? ഇവരുടെ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ, R ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഡൈപോൾ മൊമെൻറ്റ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക? R ചേഞ്ച് ചെയ്യുമ്പോൾ. യെസ്, ഡ്യൂറിങ് വൈബ്രേഷൻ ഇഫ് ദ മോളിക്യൂൾ ഇൻവോൾവ്സ് ഇൻ എ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ്. ഇതിനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിച്ചുകൊണ്ട് വരുന്നത്? ഡയനാമിക് ഡൈപോൾ മൊമെൻറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്.
ഡൈനാമിക് ഡൈപോൾ മൊമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവരെന്തായിരിക്കുമടാ? IR ആക്റ്റീവ് ആയിരിക്കും. ദേ ആർ ആക്ച്വലി IR ആക്റ്റീവ്. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു അല്ലേ, അസിമെട്രിക് സ്ട്രെച്ചിങ്ങിൽ സ്ട്രെച്ചിങ് ഓഫ് CO2 അല്ലേ. ഇവിടെ എന്തുണ്ട്? ഒരു ഡൈപോൾ മൊമെൻറ്റ് അറൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരെന്തായിരിക്കുമടാ? IR ആക്റ്റീവ് ആയിരിക്കും. IR ആക്റ്റീവ്. സിംപിളി ഞാൻ ഇത്രയാണ് പറയുന്നത്. ഒരു മോളിക്യൂൾ IR ആക്റ്റീവ് ആകണമെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? യെസ്, ഡൈനാമിക് ഡൈപോൾ മൊമെൻറ്റ് പ്രസൻ്റ് ആയിരിക്കണം. ഡൈനാമിക് ഡൈപോൾ മൊമെൻറ്റ്. ഓക്കെ. അതേസമയം റൊട്ടേഷണൽ ആക്റ്റീവ് ആകണമെങ്കിൽ ഡൈനാമിക് ഡൈപോൾ മൊമെൻ്റ് ആണോ വേണ്ടത്? അല്ല. ഇവിടെ എന്തായിരിക്കണം? പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ആയിരിക്കണം പ്രസൻ്റ് ആയിരിക്കുന്നത്. പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൊട്ടേഷണൽ തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻസ് മിക്കവാറും IR ആക്ടിവിറ്റിയുമായി റിലേറ്റഡ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടെ അറിഞ്ഞാലേ നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ലെറ്റ്സ് ഞാൻ പറയുകയാണ്, H2 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ. ഓക്കെ. ഇവർ ഓഫ് കോഴ്സ് റൊട്ടേഷണൽ ആക്റ്റീവ് ആയിരിക്കുമോ അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിരിക്കുമോ? ഓഫ് കോഴ്സ് ദിസ് വിൽ നോട്ട് ബി റൊട്ടേഷണൽ ആക്റ്റീവ്. എന്തുകൊണ്ടാണ്? ഇവിടെ ഡൈപോൾ മൊമെൻറ്റ് എന്താണ്? 0 ആയിരിക്കും. ഇവിടെ μ = Q × R ആണല്ലോ. യെസ്, ഇവിടെ Q എന്തായിരിക്കും? ഇവിടെ 0 ആയിരിക്കും അല്ലേ. Q എന്ന് പറയുന്നത് ഹോമോ ഡയറ്റോമിക് മോളിക്യൂളിന് യെസ് Q എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഡൈപോൾ മൊമെൻറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി അടുത്ത ചോദ്യം, ഇതേ ഹൈഡ്രജൻ IR ആക്റ്റീവ് ആയിരിക്കുമോ അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിരിക്കുമോ? ഞാൻ പറയും IR ഇനാക്റ്റീവ് ആണ്. ദിസ് ഈസ് ആക്ച്വലി IR ഇനാക്റ്റീവ് ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ ഇല്ലേ, ഇവിടെ μ = Q × R ആണല്ലോ. ഇവിടെ എന്താണ്? Q എപ്പോഴും എന്താണ്? 0 ആണ്. ഇവിടെ ഡൈപോൾ മൊമെൻറ്റേ ഇല്ല. ഡൈപോൾ മൊമെൻറ്റ് ആബ്സെൻ്റ് ആണ്, അല്ലെങ്കിൽ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിൽ നിങ്ങൾ സ്ട്രെച്ച് ചെയ്താലും കംപ്രസ് ചെയ്താലും എന്തായിരിക്കും? ഇവിടെ ഡൈപോൾ മൊമെൻറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ ഡൈനാമിക് ഡൈപോൾ മൊമെൻറ്റും പ്രസൻ്റ് ആയിരിക്കത്തില്ല. ഡൈനാമിക് ഡൈപോൾ മൊമെൻറ്റ്. ഓക്കെ. അതുകൊണ്ട് ഹോമോ ഡയറ്റോമിക് മോളിക്യൂൾ H2N2O2 എന്നൊക്കെ പറയുന്നതും IR എന്തായിരിക്കും? ഇവിടെ ദിസ് വിൽ ബി IR ഇനാക്റ്റീവ്. ഓക്കെ. യെസ്. അപ്പോൾ ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പറയാം. ആരുടേത്? റൊട്ടേഷണൽ ആക്റ്റീവായിട്ടുള്ള മോളിക്യൂൾസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു മോളിക്യൂൾ റൊട്ടേഷണലി ആക്റ്റീവ് ആകണമെങ്കിൽ എന്തായിരുന്നു കണ്ടീഷൻ? ഇറ്റ് ഷുഡ് പൊസസ് വാട്ട്? എ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ്. ഷുഡ് പൊസസ് എ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ്. റൈറ്റ്, ഡൈപോൾ മൊമെൻറ്റ്. അതേസമയം IR ആക്ടിവിറ്റി കാണിക്കണമെങ്കിലോ മോളിക്യൂളിൽ ഒരു ഡൈനാമിക് ഡൈപോൾ മൊമെൻ്റ് എങ്കിലും പ്രസൻ്റ് ആയിരുന്നാൽ മതി. അപ്പോൾ ഞാൻ പറയുകയാണ് HCl എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഡൈപോൾ മൊമെൻറ്റ് പ്രസൻ്റ് ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? റൊട്ടേഷണൽ ആക്റ്റീവ് ആയിരിക്കും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇത് IR ആക്റ്റീവ് ആണോ അല്ലയോ? യെസ്, ഓഫ് കോഴ്സ് ദിസ് ഇസ് വാട്ട്? IR ആക്റ്റീവ് ആയിരിക്കും. ഓഫ് കോഴ്സ് ഇവിടെ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവരെന്തായിരിക്കും? IR ആക്റ്റീവും കൂടെ ആയിരിക്കും. ഇൻ സിമ്പിൾ ടേംസ് എനിക്ക് ഇങ്ങനെ പറഞ്ഞുകൂടെ, all molecules which are rotational active are also what? Are also IR active as well. ഇനി കുറച്ചുകൂടെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ കാർബൺ മോണോക്സൈഡിൻ്റെ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. വാട്ടർ അല്ലേ. വാട്ടറിൽ എന്താണ്? ഒരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് പ്രസൻ്റ് ആണ്. NH3 പ്രസൻ്റ് ആണ്. ക്ലോറോഫോമിൽ പ്രസൻ്റ് ആണ്. HCnSO2 ഇതിലൊക്കെ എന്താണ്? പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് പ്രസൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഈ മോളിക്യൂൾസ് ഒക്കെ എന്താണ്? റൊട്ടേഷണൽ ആക്റ്റീവ് ആയിരിക്കും. ഓഫ് കോഴ്സ് ഇവരെന്തായിരിക്കും? റൊട്ടേഷണൽ ആക്റ്റീവ് ആണെങ്കിൽ ഇവർ വൈബ്രേഷണൽ ആക്റ്റീവ് കൂടെ ആയിരിക്കും. ഇനി ഞാൻ പറയുകയാണ് റൊട്ടേഷണലി ഇനാക്റ്റീവ് ആയിട്ടുള്ളത് ആരാണ്? റൊട്ടേഷണൽ ഇനാക്റ്റീവ്. അപ്പോൾ ഇവരുടെ ഡൈപോൾ മൊമെൻറ്റ് എന്തായിരിക്കും? ഡൈപോൾ മൊമെൻറ്റ് വിൽ ബി ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമ്പിൾസ് ആരൊക്കെ പറയാം? നമുക്ക് BF3 പറയാൻ പറ്റും അല്ലേ. BF3, അതേപോലെ CH4, PCl5, SF6 പ്യുവർ ജോമെട്രീസ് അല്ലേ.
ബെൻസീൻ ഇവരുടെയൊക്കെ ഡൈപോൾ മൊമെൻ്റ് എന്താണ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരെന്തായിരിക്കും? റൊട്ടേഷണലി ഇനാക്റ്റീവ് ആയിരിക്കും. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവർ വൈബ്രേഷണൽ ആക്റ്റീവ് ആയിരിക്കുമോ അല്ലയോ? വൈബ്രേഷണൽ ആക്റ്റീവ് ആയിരിക്കുമോ അല്ലയോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ ബോണ്ട് ഞാനിവിടെ എന്ത് ചെയ്യാണ്? അസിമെട്രിക് സ്ട്രെച്ചിങ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഡൈപോൾ മൊമെൻ്റ് എന്തായിരിക്കും ഇവിടെ? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കത്തില്ലേ? അപ്പോൾ ഇവരെന്തായിരിക്കും? വൈബ്രേഷണൽ ആക്റ്റീവ് ആയിരിക്കും. ഇൻ സിമ്പിൾ ടേംസ് എനിക്ക് ഇങ്ങനെ പറയും, ദ മോളിക്യൂൾസ് വിച്ച് ആർ rotational inactive can be vibrational active if it possess what? If it possess, yes, ഇതാണ് important. If it possess what? Dynamic dipole moment. If it possess what? Dynamic dipole moment. ഓക്കെ, ഡൈനാമിക് ഡൈപോൾ മൊമെൻറ്റ്, അതായത് നമ്മുടെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ 6 ചേഞ്ച് ചെയ്യാണ്. ഇതാ BF3 അല്ലേ? BF3യിൽ ഇതാ ഞാനിവിടെ എന്ത് ചെയ്യുന്നു? ഈ ഫ്ലൂറിൻ്റെ ബോണ്ട് എന്ത് ചെയ്യുന്നു? സ്ട്രെച്ച് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ നോട്ട് ഈക്വൽ ടു 0 ആണ്. BF3 ഓഫ് കോഴ്സ് ഇവരുടെ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് എന്താണ്? പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. പക്ഷേ ഇവിടെ എന്തുണ്ടാവും? ബിക്കോസ് ഓഫ് അസിമെട്രിക് സ്ട്രെച്ചിങ് ഇവിടെ ഒരു ഡൈനാമിക് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാകും. ഡൈനാമിക് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടെങ്കിൽ യെസ്, ദിസ് വിൽ ബി IR ആക്റ്റീവ് അല്ലെങ്കിൽ വൈബ്രേഷണൽ ആക്റ്റീവ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാൻ കമ്പയർ ചെയ്ത് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയെ പറ്റിയും വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയെ പറ്റിയും ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ദ മോളിക്യൂൾ ദാറ്റ് വിൽ നോട്ട് അബ്സോർബ് ഇൻ ദി മൈക്രോവേവ് റീജിയൻ, അതായത് റൊട്ടേഷണലി എന്തായിരിക്കും ഇവിടെ? ഇനാക്റ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ബട്ട് വിൽ അബ്സോർബ് ഇൻ ദി ഇൻഫ്രാറെഡ്, വിച്ച് മീൻസ് IR എന്താണ്? IR ആക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ സിംപ്ലി റൊട്ടേഷണലി ഇനാക്റ്റീവ് ആണ്. റൊട്ടേഷണലി ഇനാക്റ്റീവ് ആകണമെങ്കിൽ നമ്മുടെ ഡൈപോൾ മൊമെൻറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കും. അപ്പോൾ N2 നോക്കുകയാണ്, N2 ഡൈപോൾ മൊമെൻറ്റ് 0 ആണ്, റൊട്ടേഷണലി ഇനാക്റ്റീവ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു IR ആക്റ്റീവ് ആയിരിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോമോ ഡയറ്റോമിക് മോളിക്യൂൾ ആയിട്ടുള്ള H2N2O2 ഇവരൊക്കെ എന്താണ്? IR ഇനാക്റ്റീവ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഓപ്ഷൻ ആണോ? അല്ല. യെസ്. അപ്പോൾ റൊട്ടേഷണലി ഇനാക്റ്റീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. HCl ഒരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇവരെന്താണ്? യെസ്, റൊട്ടേഷണലി ആക്റ്റീവ് ആണ്. H2Oയും നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? C2H4. C2H4ൻ്റെ കേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ? നോക്കി, C2H4 എങ്ങനെയായിരിക്കും ഇവിടെ? C2H4 ഇവിടെ എന്തായിരിക്കും? യെസ്, പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷേ ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബോണ്ടിനെ ഞാൻ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? ഒരു ഡൈനാമിക് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവത്തില്ലേ? ഡൈനാമിക് ഡൈപോൾ മൊമെൻറ്റ്, വിച്ച് മീൻസ് ഇവരെന്തായിരിക്കും? IR ആക്റ്റീവ് ആയിരിക്കും, പക്ഷേ റൊട്ടേഷണൽ ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻസ് ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, which of the following molecule is active in both microwave spectroscopy and rotational Raman spectroscopy? അപ്പോൾ രാമൻ സ്പെക്ട്രോസ്കോപ്പിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല, എന്നാലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ കമ്പൈൻഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കുക കേട്ടോ. അതായത് റൊട്ടേഷനും വൈബ്രേഷനും രാമനും ഒക്കെ ക്ലബ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ മോളിക്യൂൾ ദാറ്റ് ഈസ് ആക്റ്റീവ് ഇൻ മൈക്രോവേവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിച്ച് മീൻസ് യു ഷുഡ് ഹാവ് വോട്ട്? പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ്. ഓക്കെ, ആ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്താൽ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് എന്താണ്? 0 ആണ്. C2H4 നമ്മൾ കണ്ടു 0 ആണ്. ടെട്രാഹൈഡ്രൽ 0 ആണ് അല്ലേ? പെർഫെക്റ്റ് ജോമെട്രിയാണ്. കെമിക്കൽ ബോണ്ടിങ്ങിനെ പറ്റി അറിയണം. അപ്പോൾ എന്തായിരിക്കും ഇവിടെ? സിംപ്ലി ഈ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോളിക്യൂൾ ആക്റ്റീവ് ഇൻ റൊട്ടേഷണൽ മൈക്രോവേവ് ഇൻഫ്രാറെഡ് അബ്സോർപ്ഷൻ ആസ് വെൽ ആസ് റൊട്ടേഷണൽ രാമൻ സ്പെക്ട്ര ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഡൈപോൾ മൊമെൻറ്റ് CO2 0 ആണ്, SF6 0 ആണ്, H2 എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ എന്തായിരിക്കും? റൊട്ടേഷണലി എന്തായിരിക്കും ഇവിടെ? ഇനാക്റ്റീവ് ആയിരിക്കും. റൊട്ടേഷണലി ഇനാക്റ്റീവ്. അപ്പോൾ ആക്റ്റീവ് ആരായിരിക്കും? HCl ആയിരിക്കും. ഞാൻ ഇതിൻ്റെ ക്ലാസ് ഒക്കെ എടുത്തു തരാം കേട്ടോ. റൊട്ടേഷണലും അതേപോലെ തന്നെ IRൻ്റെയും നമുക്ക് ക്ലാസ്സസ് പെട്ടെന്ന് തന്നെ കാണാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4, among the following
മൈക്രോവേവ് ഇനാക്റ്റീവ് മോളിക്യൂൾ ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഓപ്ഷൻ ബി ഒന്ന് നോക്കിയേ, 1,2 ഡൈനൈട്രോബെൻസീൻ. ഓഫ് കോഴ്സ് ഇവിടെ എന്തുണ്ടാവും, ഒരു ഡൈപോൾ മൊമെന്റ് പ്രസന്റ് ആയിരിക്കും, അൺസിമെട്രിക്കൽ ആണല്ലേ. ഇനി 3 മീഥൈൽ ഫിനോൾ, ഫിനോൾ 3 മീഥൈൽ, യെസ്, ഇവിടെയും ഡൈപോൾ മൊമെന്റ് ഉണ്ട്, യെസ്. ഇനി പാരാ അമിനോ ഫിനോൾ, ഇതൊന്നും വരച്ച് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ, പാരാ അമിനോ ഫിനോൾ, യെസ്, ഒരു ഡൈപോൾ മൊമെന്റ് പ്രസന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ എന്തായിരിക്കും, ആക്റ്റീവ് ആയിരിക്കും. ഓപ്ഷൻ എ ട്രാൻസ് ഡൈക്ലോറോ എത്തീൻ, എത്തീൻ ആണ് കേട്ടോ, എത്തീൻ. ഓക്കെ, എന്തായിരിക്കും, ഇതാ ട്രാൻസ് ആണ്, ഇവരുടെ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കും ഇവിടെ, യെസ്, 0 ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും, മൈക്രോവേവ് ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സെഷനിൽ ഞാൻ കവർ ചെയ്യുന്നത്. ബാക്കിയുള്ള ടോപ്പിക്ക് നമുക്ക് അടുത്ത സെഷനിൽ കവർ ചെയ്യാം. കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.